നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലാ നഗരത്തിലെ കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് ജാഗ്രത ന്യൂസ് വലിയ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ നഗരസഭ നടപടിയെടുക്കുമെന്നുള്ള ഉറപ്പാണ് പാലാ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തേൻ നൽകിയത്. എന്നാൽ ഇപ്പോൾ വലിയൊരു വിവാദമാണ് ഇന്നലെ വൈകുന്നേരം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. പാലാ നഗരത്തിൽ അച്ചായൻസ് ജുവലറി സ്ഥാപിച്ചിരുന്ന ഒരു ബോർഡ്, നേരത്തെ മുൻപ് ഈ ഒരു ബോർഡുമായി ബന്ധപ്പെട്ടൊരു വിവാദം പാലായിൽ ഉണ്ടായിരുന്നു. പാലാ നഗരസഭ ഈ ഒരു ബോർഡ് കയ്യേറ്റമാണെന്ന് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും തുടർന്ന് അച്ചായൻസ് ജുവലറി ഉടമകൾ സ്വമേധയാ ഈ ബോർഡ് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനുശേഷം ഹൈക്കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിച്ചുകൊണ്ട് അച്ചായൻസ് ജുവലറി ഈ ബോർഡ് തിരികെ സ്ഥലത്ത് സ്ഥാപിച്ചു. എന്നാൽ ഇതിനു പിന്നാലെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അക്രമാസക്തനായി എത്തിയ പാലാ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തേൻ ഈ ബോർഡ് കുത്തിക്കീറുകയും അതോടൊപ്പം തന്നെ ഈ അച്ചായൻസ് ജുവലറിയുടെ പാലാ ഷോറൂമിനുള്ളിൽ കടന്നു കയറി അതിക്രമം നടത്തുകയും ചെയ്തിരിക്കുന്നതായാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഏതായാലും വലിയൊരു വിവാദമാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ അടക്കം അച്ചായൻസ് ജുവലറി ഉടമകൾ പുറത്തുവിട്ടിരുന്നു. ജാഗ്രത ന്യൂസ് ലൈവ് ഈ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയൊരു അക്രമ പ്രവർത്തനമാണ് ഈ പാലാ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ വിവാദം ഇതിനോടനുബന്ധിച്ച് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. പാലായിൽ മറ്റു പല കയ്യേറ്റങ്ങളും നഗരസഭാ അധികൃതർ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ കോട്ടയത്തു നിന്നെത്തി പാലായിൽ വലിയ തോതിൽ വ്യവസായം നടത്തുന്ന ഒരു വ്യവസായിയാണ് അച്ചായൻസ് ജുവലറി MD ടോണി വർക്കിച്ചൻ. ഇദ്ദേഹത്തിനെതിരെ വ്യവസായം തുടങ്ങിയ കാലം മുതൽ തന്നെ ഗുരുതരമായ അക്രമ പ്രവർത്തനങ്ങളാണ് പാലായിൽ നടക്കുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ പാലാ നഗരസഭ ചെയർമാൻ നേരിട്ടെത്തി നടത്തിയിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ. ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ ഏതായാലും നമ്മുടെ ഈ കേരളത്തിലെ വ്യവസായ മേഖലയെ തകർക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് പാലാ നഗരസഭ അധികൃതർ പിന്മാറണമെന്ന് തന്നെയാണ് പാലായിലെ വ്യവസായികൾക്കും ആവശ്യപ്പെടാനുള്ളത്. പാലായിൽ നിന്നും ടീം ജാഗ്രത.